നമുക്കിന്ന് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ ഇൻ ടൂറിസം ബിസിനസിനെ പറ്റി സംസാരിക്കാം. ആദ്യം സപ്ലൈ ചെയിനിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. എന്നാലും നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ ഇന്റഗ്രേഷനും വെർട്ടിക്കൽ ഇന്റഗ്രേഷനും എന്താണെന്ന് മനസ്സിലാക്കും. സപ്ലൈ ചെയിൻ എന്ന് വെച്ചാൽ ഞാൻ ഒരു എക്സാമ്പിൾ പോലെ പറയാം. സപ്ലയർ ഉണ്ടാവും സപ്ലൈ ചെയിനിൽ. അവര് റോ മെറ്റീരിയൽസ് കൊടുക്കും ഒരു മാനുഫാക്ചറിങ് കമ്പനിക്ക്. ആ മാനുഫാക്ചറിങ് കമ്പനി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കും. ആ പ്രൊഡക്റ്റ് ഹോൾസെയിലേഴ്സ് വാങ്ങിക്കും. ഹോൾസെയിലേഴ്സിന്റെ കയ്യിൽ നിന്ന് അത് റീറ്റെയിലേഴ്സ് വാങ്ങിച്ചിട്ട് കൺസ്യൂമേഴ്സിന്റെ അടുത്ത് വിൽക്കും. ഇതാണ് ഒരു സപ്ലൈ ചെയിനിന്റെ എക്സാമ്പിൾ. അപ്പൊ സപ്ലൈ ചെയിൻ ഇതാണ്, ഇങ്ങനെ വർക്ക് ചെയ്യും. റോ മെറ്റീരിയൽസ് തുടങ്ങിയിട്ട് ഫൈനൽ പ്രോഡക്റ്റ് കൺസ്യൂമറിലേക്ക് എത്തിക്കുക. അതാണ് ഒരു സപ്ലൈ ചെയിൻ ചെയ്യുന്ന ഫംഗ്ഷൻ. സപ്ലൈ ചെയിനില് പല ഡിഫറെന്റ് ലെവൽസ് ഉണ്ട്. സപ്ലയേഴ്സ് ഒരു ലെവലാണ്, മാനുഫാക്ചറിങ് ഒരു ലെവലാണ്, ഹോൾസെയിലേഴ്സ് ഒരു ലെവലാണ്, റീറ്റെയിലേഴ്സ് ഒരു ലെവലാണ്. ഹൊറിസോണ്ടൽ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഈ സെയിം ലെവലിലുള്ള രണ്ട് കമ്പനീസ് മെർജ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കമ്പനി വേറെ ഒരു കമ്പനിയെ വാങ്ങിക്കുക, അതൊക്കെയാണ് പറയുന്നത് ഇന്റഗ്രേഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു ഹോട്ടല് വേറൊരു ഹോട്ടലിനെ വാങ്ങിക്കുക, ഒരു ഹോട്ടൽ കമ്പനി വേറൊരു ഹോട്ടൽ കമ്പനിയായിട്ട് മെർജ് ചെയ്യുക. ഇതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഇന്റഗ്രേഷൻ. വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ മാനുഫാക്ചറിങ് കമ്പനി സപ്ലൈ ചെയ്യുന്ന ഈ സപ്ലയർ ഉണ്ടല്ലോ, ആ കമ്പനിയെ വാങ്ങിക്കുക. ഈ മാനുഫാക്ചറിങ് കമ്പനി ഹോൾസെയിലറിനെ വാങ്ങിക്കുക, ഹോൾസെയിലറിനെ റീറ്റെയിലേഴ്സിനെ വാങ്ങിക്കുക. ഇതൊക്കെയാണ് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. സപ്ലയറിനെ വാങ്ങിക്കുമ്പോൾ അത് ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ ആവും. ഈ മാനുഫാക്ചറിങ് കമ്പനി ഹോൾസെയിലറിനെ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിനെ കൂടെ വാങ്ങിക്കുമ്പോൾ അത് ഒരു ഫോർവേഡ് ഇന്റഗ്രേഷൻ. അതാണ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ഇന്റഗ്രേഷൻ ഇൻ വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ. അപ്പം പല കാര്യങ്ങൾക്ക് വേണ്ടി ഇത് കമ്പനീസ് യൂസ് ചെയ്യാറുണ്ട്. മാർക്കറ്റ് ഷെയർ കൂട്ടാൻ യൂസ് ചെയ്യാറുണ്ട്, എക്കണോമീസ് ഓഫ് സ്കെയില്. ഇതൊക്കെ ഞാൻ ഐ വിൽ കം ടു ദിസ്. ഹൊറിസോണ്ടൽ ഇന്റഗ്രേഷനിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞാണ്. പർപ്പസ് എന്താണ്? കോമ്പറ്റീഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ഹോട്ടല് ആ ഏരിയയിലുള്ള വേറൊരു ഹോട്ടലിനെ വാങ്ങിക്കുകയാണ്. അപ്പം കോമ്പറ്റീഷൻ ഇല്ലാതെ ഇപ്പോൾ വേറെ ഹോട്ടൽസ് ഒന്നും ഇല്ലെങ്കിൽ ഈ രണ്ട് ഹോട്ടൽസ് മാത്രമേ ഉള്ളൂ ആ ഏരിയയിൽ, നമ്മുടെ ഹോട്ടലും മറ്റൊരു ഹോട്ടലും. അപ്പൊ മറ്റേ ഹോട്ടലിനെ വാങ്ങിക്കുന്നതിലൂടെ ആ കോമ്പറ്റീഷൻ ഇല്ലാതാവുകയാണ്. ഗെയിൻ എക്കണോമീസ് ഓഫ് സ്കെയിൽ. മറ്റേ ഹോട്ടലിന്റെ കസ്റ്റമേഴ്സിനെയും കൂടെ നമുക്ക് ഇപ്പൊ കിട്ടിയില്ല. സോ അത്രയും ബിസിനസ്സും കൂടെ നമുക്ക് കിട്ടുവാണ്. അപ്പൊ ആ വോളിയം ഭയങ്കരമായിട്ട് കൂടി കസ്റ്റമേഴ്സിന്റെ. അപ്പം കൂടുതൽ വോളിയം കസ്റ്റമേഴ്സ് ഉണ്ടാകുമ്പോൾ പ്രോഫിറ്റിന്റെ വോളിയം കൂടും. അപ്പം എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ വോളിയത്തിൽ നിന്ന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനാണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. മാർക്കറ്റ് റീച്ച്, പുതിയ ജോഗ്രഫിക്കൽ മാർക്കറ്റ് അല്ലെങ്കിൽ കസ്റ്റമർ സെഗ്മെന്റ്സ്. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രോ അല്ലെങ്കിൽ ചെന്നൈയിലുള്ള ഒരു ഹോട്ടലാണെന്ന് വെച്ചാൽ, ചെന്നൈയിലുള്ള ഒരു ഹോട്ടല് മേ ബി മുംബൈയിലുള്ള ഒരു ഹോട്ടലിനെ വാങ്ങിച്ചാൽ, മുംബൈയിലെ ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്കാര് കുറെ പേര് മേ ബി ഫ്രം ചെന്നൈയിൽ നിന്നായിരിക്കും. അപ്പൊ ഈ ചെന്നൈയിലുള്ള ഹോട്ടലിന്
അഡ്വാൻറ്റേജ്. മുംബൈയിലോട്ട് പോകുന്ന ആ ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്കാരുടെ ആ റവന്യൂ മൊത്തം കിട്ടി. മുംബൈയിൽ നിന്ന് കുറെ പേര് ചെന്നൈയിലോട്ട് പോകുന്നുണ്ടാവും. അവർ ഈ ചെന്നൈ ഹോട്ടലിൽ താമസിക്കുന്നുണ്ടാവും. അത് ഓൾറെഡി ചെന്നൈ ഹോട്ടലിൽ കിട്ടുന്ന റവന്യൂ. സോ മാർക്കറ്റിന്റെ റീച്ച് കൂട്ടാൻ പറ്റും. അല്ലെങ്കിൽ വേറെ സെഗ്മെന്റ്സ് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഒരു 3 സ്റ്റാർ ഹോട്ടല് ഒരു 5 സ്റ്റാർ ഹോട്ടലിനെ വാങ്ങിച്ചെന്ന് വെച്ചു. ഈ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്ന ആ സെഗ്മെന്റിനെയും കൂടെ ഈ 3 സ്റ്റാർ ഹോട്ടലിന് കിട്ടുകയാണ്. അതാണ് ഡിഫറെന്റ് കസ്റ്റമർ സെഗ്മെന്റ്, അല്ലെങ്കിൽ പുതിയൊരു കസ്റ്റമർ സെഗ്മെന്റിനെയും കൂടെ ഇവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് മാർക്കറ്റിന്റെ റീച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നത്. വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ ഞാൻ കവർ ചെയ്തു. തോമസ് കുക്ക് ഇത് ചെയ്തിട്ടുള്ളതാണ്. സ്വന്തം എയർലൈൻ വാങ്ങിച്ചു. ദാറ്റ് ഈസ് വാട്ട്, ദാറ്റ്സ് എ ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ. ഹോട്ടൽസ് വാങ്ങിച്ചു, അതെല്ലാം ബാക്ക്വേർഡ് ആണ്. ട്രാവൽ ഏജൻസീസ് വാങ്ങിച്ചു, റീറ്റെയിൽ ട്രാവൽ ഏജൻസീസ്, അത് ഫോർവേഡ് ഇന്റഗ്രേഷൻ. സപ്ലൈ ചെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്വാളിറ്റി, ഇപ്പം ഈ സപ്ലൈ ചെയിനിന്റെ ഓരോ ആൾക്കാരെയും നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. കാരണം ഈ ചെയിനിലുള്ള ആൾക്കാരുടെ പ്രോഫിറ്റ്സ്, അവരുണ്ടാക്കുന്ന പ്രോഫിറ്റ്സ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ആ പ്രോഫിറ്റ്സ് കീപ്പ് ചെയ്യാൻ പറ്റും. ഇൻക്രീസ് സെൽഫ് സഫിഷ്യൻസി, നമുക്ക് വേറെ ആൾക്കാരിലുള്ള ഡിപ്പെൻഡൻസി കുറയ്ക്കാം. കസ്റ്റമർ എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യും. കാരണം നമുക്ക് ആ സപ്ലൈ ചെയിൻ നമ്മളാണല്ലോ ഇപ്പോൾ കുറെ പാർട്ട് കൺട്രോൾ ചെയ്യും. വൈ ദേ ആർ യൂസ്ഡ്, കോമ്പറ്റീറ്റീവ്നെസ്, കോമ്പറ്റീറ്റേഴ്സിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മളൊരു കോമ്പറ്റീറ്റീവ് എഡ്ജ് കൂട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. പ്രോഫിറ്റബിലിറ്റി, കൂടുതൽ പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. മാർക്കറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പം നമ്മള് കോമ്പറ്റീറ്റേഴ്സിനെയൊക്കെ വാങ്ങിച്ചിട്ടിരിക്കുക. അപ്പൊ ആ മാർക്കറ്റില് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാം. നമ്മൾ മാത്രം ആവുമ്പോഴത്തേക്കും നമുക്ക് കുറെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് പ്രൈസ് കൂട്ടാം. കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ, അവിടെ ഡിമാൻഡ് ഉണ്ടെങ്കിൽ, അവിടുത്തെ കസ്റ്റമേഴ്സിന് വേറെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പ്രൈസ് കൂട്ടിയത് അവർക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ആ ഡിമാൻഡ് ഇല്ലാതാക്കണം. അവർക്ക് വേറെ എന്തെങ്കിലും വഴി അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് സ്വീകരിക്കേണ്ടി വരും, വിച്ച് ഇസ് യൂഷ്വലി വെരി ഡിഫിക്കൽട്ട്. സോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. I hope you liked the video. If you liked the video, please hit like button and subscribe to my YouTube channel. Thank you.